വഡോദര എന്ന ബറോഡയിൽ നിന്നും സൂറത്തിലേക്കുള്ള യാത്രയിലാണിപ്പോൾ ഞാൻ. വലിയൊരു വ്യവസായ നഗരമാണ് സൂററ്റ്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട വ്യവസായ നഗരങ്ങളിലൊന്ന്. ഡയമണ്ടിന്റെയും തുണിമില്ലുകളുടെയും നഗരം. നൂറുകണക്കിന് ടെക്സ്റ്റൈൽ മില്ലുകളാണ് അവിടെയുള്ളത്. ഗോൾഡൻ ക്വാഡ്രാങ്കിൾ എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് സൂറത്തിലേക്കുള്ള യാത്ര. ചരക്ക് ലോറികളുടെ ബാഹുല്യമാണ് എക്സ്പ്രസ് വേയിലെങ്ങും. 6 വരെയുള്ള പാതയാണെങ്കിലും എല്ലാ ട്രാക്കിലും ചരക്ക് ലോറികൾ നിരന്നു നീങ്ങുന്നു. പോകുന്ന വഴിക്ക് ഒരു വശത്തു മുഴുവൻ പാടങ്ങൾ കാണാം. പരുത്തി കൃഷി നടക്കുന്ന പാടങ്ങളാണ്. ഒരു പരുത്തിത്തോട്ടത്തിന് സമീപം കാർ നിർത്തി ഇറങ്ങി. പരുത്തിയുടെ കൃഷിയും വിളവെടുപ്പുമൊന്നും മലയാളികൾ അധികം കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഒന്നിറങ്ങി ഇത് കാണാമെന്ന് തീരുമാനിച്ചത്. ഇതാണ് വിളഞ്ഞു പാകമായ പരുത്തി. തുണി നെയ്യുന്നതിനുള്ള നൂലുണ്ടാക്കുന്ന കോട്ടൺ. സെമി ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ സമൃദ്ധമായി വളരുന്ന ചെടിയാണ് പരുത്തി. സാധാരണയായി 6 മാസമാണ് ഈ ചെടിയുടെ ആയുസ്. മിക്ക കൃഷിയിടങ്ങളിലും പ്രധാനമായി ഒരൊറ്റത്തവണ മാത്രമാണ് പരുത്തി വിളവെടുക്കുക. പരുത്തിക്കുരു നട്ട് ചെടികൾ നന്നായി പരിചരിക്കുകയാണെങ്കിൽ 25 ആഴ്ച കൊണ്ട് അതിൽ നിന്നും വിളവെടുക്കാനാകുമെന്നാണ് കണക്ക്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ 1 ഏക്കറിലുള്ള പരുത്തിയിൽ നിന്ന് 500 മുതൽ 700 വരെ കിലോഗ്രാം പഞ്ഞിയാണ് ലഭിക്കുക. ലോകത്ത് ഏറ്റവും അധികം പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. എങ്കിലും ഇന്ത്യയിലെ പരുത്തി കർഷകർ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. രാസവളപ്രയോഗം, കീടനിയന്ത്രണം എന്നിവയെല്ലാം ഈ കൃഷിക്കും ആവശ്യമാണ്. 2 നൂറ്റാണ്ടിലേറെയായി ഈ പ്രദേശത്തെ പ്രധാന കൃഷികളിലൊന്നാണ് പരുത്തി. ഇത്രയും പരുത്തി കൃഷി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ സൂററ്റ് ഇന്ത്യയിലെ വലിയൊരു ടെക്സ്റ്റൈൽ നഗരമായി വളരുകയായിരുന്നു. യാത്ര തുടരുമ്പോൾ സൂറത്തിലെ അത്തരമൊരു കമ്പനി കാണണമെന്ന് ഞാൻ ഡ്രൈവർ ജിത്തുവിനോട് പറഞ്ഞു. അദ്ദേഹം അക്കാര്യം ഏറ്റിട്ടുണ്ട്. ഹൈവേയിൽ എവിടെയുമുണ്ട് ചരക്ക് ലോറികളുടെ ബാഹുല്യം. എന്തുകൊണ്ട് ഇത്രയും ചരക്ക് ലോറികൾ എന്ന് ചിന്തിക്കാവുന്നതാണ്. ഇതിലൊന്നും കൊണ്ടുപോകുന്നത് ധാന്യമല്ല. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ചരക്ക് ലോറികളിൽ കൂടുതലും നിത്യോപയോഗ സാധനങ്ങളാണെങ്കിൽ ഇതിൽ കൊണ്ടുപോകുന്നത് ഇൻഡസ്ട്രിയൽ ഉൽപ്പന്നങ്ങളാണ്. ഗുജറാത്ത്, രാജസ്ഥാന്റെ ഒരു ഭാഗം, മഹാരാഷ്ട്ര എന്നിവയൊക്കെ വ്യാവസായികമായി വളരെ വളർച്ച നേടിയ പ്രദേശങ്ങളാണ്. അവിടേക്കുള്ള റോ മെറ്റീരിയലുകളുടെയും ഫാക്ടറിയിൽ നിന്നുള്ള ഫിനിഷ്ഡ് പ്രോഡക്ട്സിന്റെയും നീക്കമാണ് ഈ നടക്കുന്നത്. എന്തുമാത്രം ഉൽപാദനമാണ് ആ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് എന്നതിന്റെ സൂചനയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇങ്ങനെ ചരക്ക് ലോറികൾ നീങ്ങുന്ന കാഴ്ച ഒരു നാടിന്റെ വളർച്ചയുടെ സൂചന തന്നെയാണ്. പക്ഷേ ഒരു കുഴപ്പമേയുള്ളൂ. മറ്റുള്ളവർക്കൊന്നും വാഹനം ഓടിക്കാൻ പറ്റില്ല. ചരക്ക് ലോറികളാണ് റോഡിൽ കൂടുതലും. കാറുകൾ തീരെ കുറവാണ്. 3 ട്രാക്കിലും ചരക്ക് ലോറികൾ ഇങ്ങനെ നിരന്ന് ഓടിക്കൊണ്ടിരിക്കും. സർക്കസ് കളിച്ചു വേണം ഓരോ ട്രാക്കിലും കയറി ഓവർടേക്ക് ചെയ്തു പോകാൻ. ഇരുഭാഗത്തേക്കും മാറി മാറി ഓടിച്ച് ഡ്രൈവർ ജിത്തു വളരെ സാഹസികമായിട്ടാണ് കാർ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ചരക്ക് ലോറിക്കാരൻ ശ്രദ്ധയില്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വണ്ടി ഒന്ന് വെട്ടിച്ചാൽ കാർ ഞെരുങ്ങിപ്പോവുകയും ചെയ്യും. ഇന്ത്യയിലെ ഹൈവേകളിൽ ഡ്രൈവിംഗിന് ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ചരക്ക് ലോറികൾ പോകാൻ ഏത് ട്രാക്കാണ് എന്നൊരു നിബന്ധന നമുക്കുണ്ടാക്കാൻ കഴിയാത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എത്ര അപകടകരമായ പോക്കാണിത്. പാതയിൽ ഇടയ്ക്കിടെ ടോൾ ഗേറ്റുകളും പിന്നിടുന്നുണ്ട്. ഹൈടെക് ടോൾ ഗേറ്റുകളാണ്. ഇവിടെ മാത്രം വാഹനങ്ങൾക്ക് പ്രത്യേകം ലൈനുകളുണ്ട്. കാർ ലൈനിലൂടെ ജിത്തു വണ്ടി കയറ്റി. ടോൾ നൽകി. വീണ്ടും ചരക്ക് ലോറികളുടെ ബഹളങ്ങൾക്കിടയിലേക്ക്. ചരക്ക് ലോറികളാണ് ഈ പാതയിലൂടെ കൂടുതലായി പോകുന്നതെന്നതിനാൽ ടോൾ ഗേറ്റിൽ നല്ല വരുമാനമുണ്ടാവും. ലോറികൾ ഓരോന്നോരോന്നായി മറികടന്നുകൊണ്ടിരുന്നു. 3 ട്രാക്കിലും ലോറികൾ. ഒരു കാർ പോലും കാണാനില്ല. ചരക്ക് നീക്കത്തിന് മാത്രമുള്ള 6 വരി പാതയാണോ ഇതെന്ന് സംശയിച്ചു പോകും. ഇങ്ങനെ 3 ട്രാക്കിലൂടെയും ഓരോ ലോറികൾ നിരന്നു നീങ്ങിയാൽ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കുക. ഇപ്പോൾ ഒരു പാലത്തിലേക്ക് കയറുകയാണ്. നർമ്മദാ നദിക്ക് കുറുകെയുള്ള പാലം. ബറൂച്ച് എന്ന സ്ഥലമാണിത്. 3rd നർമ്മദ ബ്രിഡ്ജ് എന്നാണ് ഈ പാലം അറിയപ്പെടുന്നത്. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പാലമാണ്. പാലം കടക്കുമ്പോൾ വീണ്ടും കൃഷിയിടങ്ങളുടെ കാഴ്ചയാണ്. വ്യവസായശാലകളില്ലാത്ത ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ കൃഷിയിടങ്ങളാണുള്ളത്.
അങ്ങനെ പോകവേ ഒരു പാടത്ത് എന്തോ വിരിച്ചിട്ടിരിക്കുന്നത് കണ്ടു. ചെറിയൊരു ഷെഡ്. അങ്ങോട്ടൊന്ന് വണ്ടി വിടാൻ ഞാൻ ജിത്തുവിനോട് പറഞ്ഞു. നിലത്ത് വിരിച്ചിട്ടിരിക്കുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. ഇത് കരിമ്പിൻ ചണ്ടിയാണ്. നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള കരിമ്പിൻ ചണ്ടി. കരിമ്പിൻ നീരിൽ നിന്ന് ശർക്കരയുണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ഇവിടെയുള്ളത്. അവിടുത്തെ ഇന്ധനമായി ഉപയോഗിക്കുന്നതാണ് ഈ കരിമ്പിൻ ചണ്ടി. പിഴിഞ്ഞെടുക്കുന്ന കരിമ്പിന്റെ ചണ്ടി അപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ട് ഉണക്കുന്നു. അതുതന്നെയാണ് ശർക്കര ഉണ്ടാക്കാനുള്ള ചൂളകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഷെഡിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാൾ ഒരു കട്ടിലിൽ ചാരിക്കിടക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് ശർക്കര ഫാക്ടറിയുടെ മുതലാളി. ആളെ പരിചയപ്പെട്ടു. കിഷോർ എന്നാണ് പേര്. 10 വർഷമായി ഇവിടെ ഈ ഫാക്ടറി നടത്തുകയാണ് കിഷോർ ഭായ്. സൂറത്ത് സിറ്റിയിലാണ് ഇദ്ദേഹത്തിന്റെ വീട്. സാമാന്യം വലിയ പരിപാടിയാണ്. 10-ലധികം പണിക്കാരുണ്ട് ഇവിടെ. അവർ പല പല ജോലികളാണ് ചെയ്യുന്നത്. ശർക്കര നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങൾ കാണിക്കുന്നതിനായി ഞാൻ അതിന്റെ ആദ്യ ജോലി നടക്കുന്നിടത്തേക്ക് നടന്നു. ഒരു ഭാഗത്ത് ഒരു യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട്, ഒരു ഷുഗർ കെയിൻ എക്സ്ട്രാക്ടർ. അതിനു സമീപം വയലിൽ നിന്നും വിളവെടുത്ത കരിമ്പ് ലോഡ് കണക്കിന് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നു. നല്ല ശക്തിയുള്ള മെഷീനാണ്. കരിമ്പിൻ തണ്ട് അതിനകത്തേക്ക് കുത്തിയിറക്കി വെച്ചുകൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അത് പിഴിഞ്ഞെടുത്ത് ചാറാക്കി മാറ്റും. പിഴിഞ്ഞ കരിമ്പിന്റെ ചണ്ടിയാണ് വേറൊരു ഭാഗത്തുകൂടി വരുന്നത്. പൂർണ്ണമായും പിഴിഞ്ഞ് നീരിന്റെ ഒരംശം പോലും ഇല്ലാതെയാക്കിയാണ് ചണ്ടി പുറത്തേക്ക് വിടുന്നത്. ഇതിനകത്ത് നിന്ന് കരിമ്പിൻ നീര് ഏത് വഴിക്ക് പോകുന്നുവെന്ന് കാണുന്നില്ല. തിരികെ കയറ്റുന്ന കരിമ്പിൻ തണ്ടിന്റെ സർവ്വസത്തും പിഴിഞ്ഞെടുത്ത് ഏതാണ്ട് ഉണങ്ങിയ മട്ടിലാണ് ചണ്ടി പുറത്തേക്ക് വിടുന്നത്. ഇനി ഒരു അര ദിവസം വെയിൽ കൊള്ളുക കൂടി ചെയ്താൽ ഈ ചണ്ടി നല്ല ഇന്ധനമായി മാറും. കരിമ്പിൽ നിന്ന് ശർക്കരയോ പഞ്ചസാരയോ ഉണ്ടാക്കുന്നിടത്തെല്ലാം ഇന്ധനം കരിമ്പിൻ ചണ്ടി ആയിരിക്കും. മിഷനിലേക്ക് തള്ളിക്കൊടുക്കുന്ന കരിമ്പ് വൃത്തിയുള്ളതാണെന്ന് പറയാനാവില്ല. പാടത്തെ മണ്ണും ചെളിയും എല്ലാം ഉണ്ട് അതിൽ. ചെളിയോടുകൂടിയാണ് അത് യന്ത്രത്തിലേക്ക് തള്ളുന്നത്. ആ ചെളി കൂടി കലർന്ന ജ്യൂസാണ് പുറത്തേക്ക് വരിക. ചെളിയും ചാണകവും മറ്റു ചെറുജീവികളുമെല്ലാം ജ്യൂസായി മാറും. ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാൽ ആരും ശർക്കര വാങ്ങുകയില്ല. കരിമ്പിനോടൊപ്പം ചപ്പും ചവറുമെല്ലാം വാരിയിടുന്നുണ്ട്. കരിമ്പിന്റെ വേരും ഓലയും എല്ലാം കൂടിയാണ് തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം പിഴിഞ്ഞ ദ്രാവകം താഴെ കൂടി പുറത്തേക്ക് ഒഴുകി വരുന്നു. അത് ഒരു പൊത്തിലേക്കാണ് ചെന്നു വീഴുന്നത്. ഒട്ടും വൃത്തിയോടെയല്ല ഈ പരിപാടിയൊന്നും. ചാണകക്കുഴി പോലുള്ള ഒരു ഭാഗത്തേക്ക് കരിമ്പ് നീര് ചാടിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നും ഒരു കുഴലിലൂടെ ആ ജ്യൂസ് ഒരു ടാങ്കിലേക്ക് ചെന്ന് നിറയുന്നു. ടാങ്ക് എന്ന് പറയാനാവില്ല, അതൊരു ബോയിലറാണ്. അടിയിൽ തീ കത്തുന്നുണ്ട്. ശരിക്കും ചാണകവെള്ളം ചെന്ന് വീഴുന്നത് പോലെയാണ് കരിമ്പിൻ നീര് അതിൽ ചെന്ന് പതിക്കുന്നത്. ഇതാണ് ശർക്കരയായി മാറേണ്ടതെന്ന് ഓർക്കണം. അതിന്റെ മുകളിൽ അടിഞ്ഞുകൂടുന്നത് അഴുക്കാണ്. ചെളിയും മറ്റു മാലിന്യങ്ങളുമെല്ലാം ഉണ്ടാകും. മുകളിൽ ഏതാനും ഭാണ്ഡങ്ങൾ തൂങ്ങുന്നുണ്ട്. ടാങ്കിൽ മുകളിലടിഞ്ഞ അഴുക്ക് കോരിക്കെട്ടി തൂക്കിയിരിക്കുന്നതാണിത്. അതിലുള്ള ജ്യൂസ് ഊറി വീഴാനാണ് ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുന്നത്. തൊട്ടടുത്ത് മറ്റൊരു ടാങ്കുണ്ട്. അതിൽ ഏകദേശം വെന്ത് കഴിഞ്ഞ ജ്യൂസാണ്. അതായത് ഓരോ ബോയിലറുകളിലായി കരിമ്പിൻ നീര് കാച്ചി കുറുക്കിക്കൊണ്ടിരിക്കുന്നു. അത് അവസാന ടാങ്കിലേക്ക് എത്തുമ്പോഴേക്കും ഏറ്റവും കുറുകിയ അവസ്ഥയിലായിരിക്കും. ഓരോന്നിലും തിളയ്ക്കുന്നതിനൊപ്പം അതിലുള്ള ജലാംശം നീരാവിയായി പുറത്തേക്ക് പോവുകയാണ്. ഏറ്റവും അവസാനത്തെ ടാങ്കിലേക്ക് എത്തുമ്പോഴേക്കും അത് നല്ല കട്ടിയുള്ള ശർക്കര പാനിയായി മാറുന്നു. അതിൽ നിന്നും ഇനി ആ പാനി ഒരു പാത്തിയിലേക്ക് കടത്തി മറ്റൊരു പരന്ന ട്രേയിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ആ പാത്രം. ഇതിൽ വെച്ചാണ് പാനി തണുപ്പിച്ചെടുക്കുന്നത്. കുറുകിയ കരിമ്പിൻ നീര് വലിയൊരു ട്രേയിൽ വെച്ച് ഇളക്കി തണുപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇദ്ദേഹം കാണിച്ചു തരുന്നത്. ഇതിങ്ങനെ ഇളക്കി ഇളക്കി തണുപ്പിക്കുകയാണ് പതിവ്. തണുക്കുന്നതിനനുസരിച്ച് പാനി ഉറച്ചു തുടങ്ങും. ചിലത് കൊഴുത്ത ദ്രാവകമാകും, മറ്റു ചിലതാകട്ടെ ഉറച്ച കട്ടയായി തന്നെ മാറും. സാധാരണയായി മരപ്പലക കൊണ്ടാണ് ഈ പരന്ന പാത്രം നിർമ്മിക്കുന്നത്. അതിന്റെ അടിഭാഗത്ത് അലൂമിനിയം തകിട് പതിച്ചിട്ടുമുണ്ടാകും. മാവിൻ പലക കൊണ്ടാണ് ഇത്തരം മരവി അഥവാ പരന്ന പാത്രം നിർമ്മിക്കുന്നത്. ചൂള എവിടെയാണെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. കുറച്ചപ്പുറമാണ് ഫർണസ്.
അവിടെ നിന്നും പാത്രങ്ങളുടെ അടിയിലേക്ക് തീ കടത്തിവിട്ടാണ് അത് ചൂടാക്കുന്നത്. ഇതാണ് കട്ടിയായ ശർക്കര. ഇനി അതിനെ ഉണ്ടയുരുട്ടിയോ അല്ലെങ്കിൽ അച്ചിൽ വെച്ച് കട്ടകളാക്കിയോ വിപണിയിലെത്തിക്കാം. ട്രെയിൽ നിന്നും ഒരു പാത്തിയിലൂടെ താഴെയുള്ള ഒരു ടിന്നിലേക്ക് പാനി വീഴുന്നു. ഒരു ഭാഗത്ത് ഉണങ്ങിയ കരിമ്പിൻ ചണ്ടി മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതാണ് തീ കത്തിക്കുന്ന സ്ഥലം. 10-12 വയസ്സുള്ള ഒരു പയ്യനാണ് ഇവിടുത്തെ ജോലിക്കാരൻ. അവൻ ഉണങ്ങിയ കരിമ്പിൻ ചണ്ടി ചൂളയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു. ദിവസം മുഴുവൻ ഇവന്റെ ജോലി ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബാലവേലയാണ്. കാണുമ്പോൾ സഹതാപം തോന്നും. പുറത്തു നടക്കുന്ന കാര്യങ്ങളോ ഫാക്ടറിയിലെ പ്രവർത്തനങ്ങളോ ഒന്നും ഇവൻ അറിയുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കരിമ്പിൻ ചണ്ടി തള്ളലാണ് ഇവന്റെ ജോലി. കനത്ത ചൂടേറ്റിരുന്ന് അതിങ്ങനെ തള്ളിക്കൊടുക്കുന്നു. ഗ്രാമത്തിലെ ഏതോ ദരിദ്ര വീട്ടിലെ കുട്ടിയായിരിക്കാം. സ്കൂൾ കണ്ടിട്ടുപോലും ഉണ്ടാവില്ല. ഇതൊക്കെ ഗുജറാത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. ഇടയ്ക്കവൻ ഒരു കൂന്താലിയെടുത്ത് മുകളിൽ നിന്ന് ഉണങ്ങിയ കരിമ്പിൻ ചണ്ടി താൻ ഇരിക്കുന്നിടത്തേക്ക് വലിച്ചുകൂട്ടും. സ്ത്രീകളാണ് ചണ്ടി ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിക്കൊടുക്കുന്നത്. ഇവന്റെ ജോലി അത് ഇവിടേക്ക് അടുപ്പിക്കുകയും തീ കെട്ടുപോകാത്ത വിധം അത് ഫർണസിലേക്ക് തള്ളിക്കൊടുക്കുകയുമാണ്. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇതാണ് ഫാക്ടറിയുടെ മെയിൻ പന്തൽ. അതിനകത്തേക്ക് കയറി ചെന്നു. ഒരു ഭാഗത്ത് കുറേയേറെ ടിന്നുകളിൽ ശർക്കരപ്പാനി നിറച്ചു വെച്ചിരിക്കുന്നു. 100 കണക്കിന് ടിന്നുകളുണ്ട്. ഇതെന്താണ് ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്നും ശർക്കരയുണ്ട ആക്കാത്തത് എന്തുകൊണ്ടാണെന്നും ഞാൻ ജിത്തുവിനോട് ചോദിച്ചു. അതിനൊരു കാരണമുണ്ട്. അത് വഴിയെ പറഞ്ഞു തരാമെന്നായി ജിത്തു. സസ്പെൻസ് കഥയാണത്രേ. അത് ഇവിടെ വെച്ച് പറയാനാവില്ലെന്നും പറഞ്ഞു. കട്ടയാക്കുന്നതിനായി ട്രേകളിൽ ശർക്കരപ്പാനി ഒഴിച്ചിട്ടിരിക്കുന്നു. അതിനടുത്തുകൂടി നടന്നു. ഇവിടെ വലിയൊരു പുകക്കുഴലുണ്ട്. ഫർണസിനടുത്ത് നിന്ന് പയ്യൻ ഉന്തിയിടുന്ന കരിമ്പിൻ ചണ്ടി കത്തുന്ന പുക ഇതുവഴിയാണ് പുറത്തേക്ക് പോകുന്നത്. കനത്ത കറുത്ത പുക കരിക്കട്ട പോലെ ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫാക്ടറി മുതലാളി കിഷോർജിയോട് യാത്ര പറഞ്ഞു. അദ്ദേഹം എപ്പോഴും ഫോണിലാണ്. ഞങ്ങൾ ആ ഫാക്ടറിയിൽ നിന്നും ഇറങ്ങി. ജിത്തുവിന്റെ കാർ വഴിയിൽ കിടപ്പുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ വ്യവസായശാലകൾ മുതൽ വമ്പൻ ഫാക്ടറികൾ വരെ ഗുജറാത്തിലുണ്ട്. പക്ഷേ അവിടെയൊക്കെ തൊഴിൽ നിയമങ്ങൾ വളരെ ദുർബലമാണ്. അതുകൊണ്ടുകൂടിയായിരിക്കാം ഇവിടെ വ്യവസായങ്ങൾ തഴച്ചു വളരുന്നത്. വ്യവസായം വർദ്ധിക്കുമ്പോൾ ചൂഷണവും ഉണ്ടാകും. ചൂഷണം കുറയുന്നിടത്ത് വ്യവസായവും കുറവായിരിക്കും. കനത്ത പുക പൊങ്ങിപ്പറക്കുന്നു. അന്തരീക്ഷ മലിനീകരണവും ഉണ്ടാക്കുന്നുണ്ട് ഫാക്ടറി. കാറിൽ കയറി വീണ്ടും ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലാണ് ജിത്തു ശർക്കരപ്പാനിയുടെ കഥ പറഞ്ഞത്. അവിടെ അനേകം ടിന്നുകളിൽ നിറച്ചുവെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയുണ്ടല്ലോ, അത് നാടൻ റം ഉണ്ടാക്കുന്നതിനു വേണ്ടി കൊണ്ടുപോകാനുള്ളതാണ്. നാടൻ ചാരായമുണ്ടാക്കാനെന്നും പറയാം. എക്സ്പ്രസ് ഹൈവേ ആണ് ഇത്. ഒരിക്കൽ കൂടി അതിനെ കടന്നുപോകുന്നു. പണി നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്പ്രസ് ഹൈവേ. ഗുജറാത്ത് മദ്യനിരോധന മേഖലയല്ലേ? ഇവിടെ റം ഉണ്ടാക്കാനാവുമോ എന്ന് ഞാൻ ജിത്തുവിനോട് ചോദിച്ചു. അങ്ങനെയാണ് വയ്പ്പെങ്കിലും ഇവിടെ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മദ്യം കിട്ടുമെന്നാണ് ജിത്തു പറയുന്നത്. വലിയ തോതിൽ നാടൻ മദ്യമുണ്ടാക്കുന്ന സങ്കേതങ്ങൾ ഇവിടെയുണ്ട്. കാർ ഇപ്പോൾ അംബോളി എന്ന പ്രദേശത്തേക്ക് എത്തുകയാണ്. ടെക്സ്റ്റൈൽ മില്ലുകളുടെ ഒരു പ്രദേശമാണ് അംബോളി. 100 കണക്കിന് തുണിമില്ലുകൾ ഇവിടെയുണ്ട്. സൂറത്തിനടുത്തുള്ള ഒരു പട്ടണം. സൂറത്തിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു താമസയിടമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അംബോളി. പാതയുടെ ഇരുഭാഗത്തും നിരവധി ഫാക്ടറികൾ കാണാം. അംബോളിയിൽ സുഖൻ പവർ പ്ലാന്റ് എന്ന വലിയൊരു താപവൈദ്യുതി നിലയമുണ്ട്. കൂടാതെ ചില മൈനുകളും. ഇവിടെയുള്ള ടെക്സ്റ്റൈൽ മില്ലുകളുടെ ബാഹുല്യം അറിയണമെങ്കിൽ റോഡിലേക്ക് തന്നെ നോക്കിയാൽ മതി. ഈ കൊണ്ടുപോകുന്നതെല്ലാം തുണിയാണ്. ചുരുട്ടിയും മടക്കിയും വാരി വലിച്ചിട്ടുമെല്ലാം ട്രക്കുകളിൽ കൊണ്ടുപോകുന്ന പരുത്തി തുണി. അതിലിനി നിറം മുക്കണം, ചിത്രത്തുന്നലുകൾ നടത്തണം, പ്രിന്റ് ചെയ്യണം. അങ്ങനെ പല പണികളുണ്ട്. അതിനെല്ലാം ഓരോരോ ഫാക്ടറികളുമുണ്ട്. ഇവിടെ ഇപ്പോൾ കാണുന്ന ബഹുഭൂരിപക്ഷം ട്രക്കുകളിലും കൊണ്ടുപോകുന്നത് തുണിയാണ്.
കുറെയൊക്കെ മഹാരാഷ്ട്രയിലേക്കാവും കൊണ്ടുപോകുന്നത്. അവിടെ ഒട്ടേറെ റെഡിമെയ്ഡ് ഫാക്ടറികളുണ്ട്. സൂറത്തിനടുത്തുള്ള ഹൈവേയിലൂടെ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് മാത്രമാണ് ഒഴുകുന്നത്. ചെറുതും വലുതുമായ വാഹനങ്ങളിൽ കാണുന്നതെല്ലാം അത്തരം ഉൽപ്പന്നങ്ങൾ തന്നെ. അസംസ്കൃത വസ്തുക്കളും ഫിനിഷ്ഡ് ഗുഡ്സും അതിലുണ്ടാവും. ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളുമുണ്ട് ഹൈവേയിൽ. അഹമ്മദാബാദിൽ നിന്നും മുംബൈയിലേക്കും മറ്റും സർവീസ് നടത്തുന്ന ബസ്സുകളാണ്. അംബോളിയിലെ ഒരു റെസ്റ്റോറന്റിലേക്ക് വണ്ടി വിടാൻ ഞാൻ ജിത്തുവിനോട് പറഞ്ഞു, ഒരു ചായ കുടിച്ചിട്ട് പോകാം. നേരം 11 ആയിട്ടുണ്ട്. നല്ല ഒരു ചായ കുടിക്കാവുന്ന നേരം. ഒരു നീളൻ നെടുമ്പുരയുടെ അരികിൽ ജിത്തു വണ്ടി കൊണ്ടുചെന്ന് നിർത്തി. വഴിയോര കടയാണ്. അതിനു മുന്നിൽ വെടിവട്ടവുമായി കുറെ ആളുകൾ ഇരിക്കുന്നു. ഇങ്ങനെ തനി ഗുജറാത്തി വേഷം ധരിച്ച ആളുമുണ്ട്. കഴുത്തിലെ മാലകളും ഷർട്ടിന്റെ രൂപവും മീശയുമൊക്കെ അസൽ ഗുജറാത്തി തന്നെ. വെറുതെ ഇങ്ങനെ ബെഞ്ചിൽ ചടഞ്ഞിരിക്കുന്ന ആളുകളുമുണ്ട്. ഇവരൊക്കെ ലോറികളുടെയും വലിയ ട്രക്കുകളുടെയും ഡ്രൈവർമാരാണ്. ദീർഘയാത്രക്കിടയിൽ അവരൊക്കെ ചെറിയ വിശ്രമത്തിനായി ഇറങ്ങുന്ന ഇടമാണിത്. ഗോവിന്ദ് ഭായ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. നേരത്തെ അവിടെ ഇരിക്കുന്നത് കണ്ടത് ഇദ്ദേഹം തന്നെയാണ്. കഴുത്തിൽ കുറേ മാല, വെളുത്ത പ്രത്യേക രീതിയിലുള്ള ഷർട്ട്, പിന്നെ പാളത്താറുമുണ്ട്. അതൊക്കെ ചേരുന്നതാണ് ഗുജറാത്തി പുരുഷന്മാരുടെ വേഷം. ഡ്രൈവറോ വാഹന കോൺട്രാക്ടറോ ആണ്. ഇദ്ദേഹം ഉടുത്തിരിക്കുന്ന മുണ്ട് കാണുക, ഗുജറാത്തികളുടെ ധോത്തി. ഇങ്ങനെയാണ് ഗുജറാത്തികളുടെ ട്രഡീഷണൽ വേഷം. ഇപ്പോഴിത് ഇത്തരത്തിലുള്ള ചില വൃദ്ധന്മാർ മാത്രമേ ധരിക്കാറുള്ളൂ. ചെറുപ്പക്കാരൊന്നും ഈ വേഷം ധരിക്കുന്നില്ല. ആളുകളെല്ലാം സോസറിൽ ഒഴിച്ചാണ് ചായ കുടിക്കുന്നത്. ബീഡി വലിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. ചിലരെ കണ്ടാൽ സിനിമകളിലെ വില്ലൻ കഥാപാത്രങ്ങളെ പോലെ തോന്നും. തീപ്പെട്ടിക്കൊള്ളി എറിയുന്നതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. ഇങ്ങനെയുള്ള നാടൻ ഗുജറാത്തി ജീവിതമൊക്കെ ഇത്തരമൊരു വഴിയോരത്തൊരു ചായ കുടിക്കാൻ ഇറങ്ങിയാൽ കാണാം. ചായ ഉണ്ടാക്കുന്ന സെക്ഷന്റെ ചുമതലക്കാരനാണ് ഈ നിൽക്കുന്നത്. മറ്റൊരാൾ അവിടെ നിന്ന് സോസർ കഴുകിയെടുത്തുകൊണ്ടിരിക്കുന്നു. ചായ കുടിക്കാൻ ഇന്നാട്ടുകാർ ഉപയോഗിക്കുന്നത് സോസറാണല്ലോ. ഗ്ലാസ്സിലാണ് ശരിക്കും ചായ ഒഴിക്കുന്നത്. പക്ഷേ ഇവിടുത്തുകാർ ചായ സോസറിലേക്കൊഴിച്ച് മുത്തിക്കുടിക്കുകയാണ് ചെയ്യുക. പാൽ നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുകയാണ്. ആ പാലിലേക്ക് മസാല ചായയുടെ ചേരുവകളൊക്കെ ചേർത്ത് അത്യാവശ്യം പഞ്ചസാരയിട്ട് കുറുക്കിയെടുക്കും. എനിക്കും ജിത്തുവിനും വേണ്ടി ജിത്തു 2 ചായ വാങ്ങി. ഗംഭീര ചായയാണ്, നല്ല ചൂടും. കട്ടിംഗ് ചായ എന്നൊക്കെയാണ് ഇതിനിവർ പറയുന്നത്. കടയുടെ ഒരു ഭാഗത്തു മുഴുവൻ പലഹാരങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. എണ്ണയിൽ വറുത്തെടുത്ത പലഹാരങ്ങളാണ് ഇവർ കഴിക്കുന്നതിൽ കൂടുതലും. എല്ലാം ഒന്നും മധുരമുള്ളതല്ല. നമുക്കത് ഇഷ്ടപ്പെടണമെന്നുമില്ല. ജിലേബിയാണ് മധുരമുള്ള ഏക സാധനം. അതങ്ങനെ കൂമ്പാരം കൂട്ടി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരാൾ ഇരുന്ന് കഴിക്കുന്നത് നമുക്ക് വലിയ കൗതുകമുണ്ടാക്കുന്ന സംഗതിയാണ്. പപ്പടമാണ് വിഭവം. അത് ചമ്മന്തി കൂട്ടി കഴിക്കുന്നു. പപ്പട എന്നാണ് ഇവർ ഇതിനെ വിളിക്കുക. പലതരം ചമ്മന്തി കൂട്ടി പപ്പട കഴിക്കുന്നു. ഇവർക്കിത് ഒരു വിഭവമാണ്. നമ്മളാണെങ്കിൽ മറ്റെന്തെങ്കിലും വിഭവത്തിന്റെ കൂടെയാണല്ലോ പപ്പടം കഴിക്കുക. പപ്പട കഷ്ണങ്ങൾ ചാറിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു ടീമിനു വേണ്ടി കുറേയേറെ പലഹാരങ്ങളുടെ ഒരു മിശ്രിതം തന്നെ കൊണ്ടുപോകുന്നു. ജീവിത കാഴ്ചകളെല്ലാം ഇങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. യാത്ര പറയാൻ നേരമായപ്പോഴേക്കും എല്ലാവരുമായി സൗഹൃദത്തിലായി. ദീർഘദൂര സർവീസ് നടത്തുന്ന ഒരു ബസ് കൂടി വന്നു ചേർന്നിരിക്കുന്നു. അവിടെ നിന്നും ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. വഴിയിൽ കാഴ്ചകൾക്ക് മാറ്റമില്ല. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സുമായി ലോറികളുടെ നിര, ഫാക്ടറികളുടെ നിർമ്മാണത്തിനുള്ള സാമഗ്രികളുമായി നീങ്ങുന്ന വമ്പൻ ട്രക്കുകൾ. ഈ ഹൈവേ എപ്പോഴും സജീവമാണ്. ഇപ്പോൾ ഞങ്ങൾ താപ്പി എന്ന നദിയെ ക്രോസ് ചെയ്യുകയാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്പി. മധ്യപ്രദേശിലെ മുൾത്തായിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി 824 കിലോമീറ്റർ ഒഴുകി ഗുജറാത്തിൽ സൂറത്തിനടുത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. താപ്പി നദി കഴിയുമ്പോഴും കൃഷിയിടങ്ങളുടെ കാഴ്ചയുണ്ട്. അധികം താമസിയാതെ ഞങ്ങൾ നഗരത്തിലേക്ക് കയറുകയാണ്. സൂറത്തിന്റെ പ്രാന്തഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളായ ടെക്സ്റ്റൈൽസും ഡയമണ്ടുമാണ് കാണേണ്ടതെന്ന് ഞാൻ ജിത്തുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു തുണിമില്ല് കാണണം.
പിന്നെ ഒരു ഡയമണ്ട് ഫാക്ടറിയും. കോട്ടൺ തുണികൾ കുത്തിനിറച്ച വാഹനങ്ങളുടെ കാഴ്ച ഇവിടെയുമുണ്ട്. മില്ലിൽ നിന്ന് നെയ്തെടുത്ത തുണി കളർ ചെയ്യേണ്ടിടത്തേക്കും എംബ്രോയിഡറി ചെയ്യേണ്ടിടത്തേക്കുമൊക്കെ കൊണ്ടുപോവുകയാണ്. അതിനി പ്രിന്റും എംബ്രോയിഡറി വർക്കും ചെയ്ത് സാരിയും മറ്റു വസ്ത്രങ്ങളുമായി വിപണിയിലെത്തും. ഇത്തരത്തിലുള്ള 50 വണ്ടികളെങ്കിലും ഇതിനിടെ ഞങ്ങൾ കണ്ടുകഴിഞ്ഞു. പാതയുടെ ഇരുഭാഗത്തും ഫാക്ടറികൾ തന്നെയാണ് കാഴ്ച. ഈ പട്ടണത്തിൽ ഞാൻ ആദ്യം പോകുന്നത് ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറി കാണാനാണ്. നല്ലൊരു മില്ല് തന്നെ കാണിക്കാമെന്ന് പറഞ്ഞാണ് ജിത്തു എന്നെ കൊണ്ടുപോകുന്നത്. കാർ അവിടെ എത്തുന്നതും കാത്ത് ഞാനിരുന്നു.